ഹലോ. ഞാൻ കൊടുക്കാം മാസ്റ്റർ. ചേച്ചിയാ. സരോജിനി. ഉവ്വ് കണ്ടു. അവൻ വരില്ല എന്ന് പറഞ്ഞു. അപേക്ഷിക്കാനല്ലേ പറ്റൂ, നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചു മുമ്പ് കൈകൂപ്പി കണ്ണു നിറഞ്ഞ് എൻ്റെ മുന്നിൽ ഇറങ്ങിപ്പോയത് ഒരു കാലത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദൈവമാണ്. ആ കണ്ണീരിൻ്റെ ഭാരം എനിക്കിനി കൊണ്ടു നടക്കാൻ വയ്യ മാസ്റ്റർ. ഞാൻ വരാം. ധർമ്മരാജൻ മാസ്റ്റർക്കൊപ്പം ഇനി മുതൽ ആന്റണി ഉണ്ടാവും. ഞാൻ തരാതെ പോയ ഗുരുദക്ഷിണയായിട്ടിരിക്കട്ടെ എന്റെ ഈ വാക്ക്. ആന്റണി. ഇടാവൻ തിരിയുന്നിടത്തേക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യണം. അതിനിടയ്ക്ക് ക്ലോസ് കെട്ടി മട്ടി. സുരേഷേ, 5 ക്യാമറയും വൈഡ് ലെൻസ് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ആവശ്യം ഈ സീനിന്റെ ഗ്രാൻഡ്യൂർ ഇങ്ങനെ വർക്കൗട്ട് ആക്കുക എന്നുള്ളതാണ്. പ്രേമാനന്ദിന് പകരം ഡ്യൂപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ക്ലോസ് വയ്ക്കാൻ പറ്റത്തില്ല. അത് ശരി. ആദ്യത്തെ ദിവസം തന്നെ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യണം. വേണം. കംപ്ലീറ്റ് TV കാരും പത്രക്കാരും വന്നിട്ടുണ്ട്. ഒന്ന് പൊലിപ്പിക്കണം. ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിന് അത് ആവശ്യമാണ്. ഒന്ന് ഞെട്ടിട്ടോ. അതെ. സത്യ മാസ്റ്റർ അവിടെ ക്രെയിൻ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം സർ. ഈ വില്ലനും ഗ്യാങ്ങും ഫാക്ടറിക്ക് അകത്തോട്ട് കയറി വന്ന് ഹീറോയുടെ ഫ്രണ്ട്സിനെ തല്ലുന്നതിന്റെ എൻഡില് ഹീറോയുടെ എൻട്രി ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. വില്ലനും ഗ്യാങ്ങും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇവന്റെ ഈ ഹീറോയുടെ എൻട്രി എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാം? സീൻ ഞാൻ വായിച്ചിരുന്നു സർ. സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ. പക്ഷേ ബൈക്ക് ജമ്പ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ സാർ. ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു. റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോടുകൂടി 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലാണ്ടാവും. കലക്കും. 3 കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവണം. പക്ഷെ ഒരൊറ്റ പേടിയുള്ളൂ, ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് മാസ്റ്റർക്കും പടത്തിനും ചീത്തപ്പേരാവും. പേടിക്കണ്ട സാർ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡൂപ്പ് ആർട്ടിസ്റ്റിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. എൻ്റെ 40 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലെ റിസ്ക് ഉള്ള സീക്വൻസ് ചെയ്യാൻ അവനേക്കാൾ മിടുക്കനായ ഒരു ഫൈറ്ററെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, മാസ്റ്റർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് 10 വേണം. ഓക്കെ. സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദ് 1.5 വർഷം ആദിത്യൻ സാറിന്റെ പുറകെ നടന്ന് കയ്യും കാലും പിടിച്ചിട്ട് ഇവന്റെ അച്ഛൻ ഹോം മിനിസ്റ്റർ ഇല്ലേ, മൂപ്പറുണ്ടാക്കിയ പ്രോജക്റ്റ് ആണെന്നാ കേൾക്കുന്നത്. പക്ഷേ മകന്റെ വരവും പോക്കും കണ്ട അതിന് യാതൊരു അഹങ്കാരവും തോന്നത്തില്ല. My face in my eye, surprise, my chick head nodded and the blick get more freaky than the bit of lady. എടാ എൽദോ, അത് നമ്മുടെ പത്തനംതിട്ടക്കാരൻ ഹണിദാസ് അല്ലേ? എന്താടോ ഹണിദാസേ, എസ്കോർട്ട് വണ്ടിയൊന്നും അങ്ങോട്ട് വലിക്കുന്നില്ലല്ലോ. തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ശരിയാവും. താങ്ക് യു സാർ. ഇവിടെ ഉണ്ടാവണം. തിരിച്ചു പോകുമ്പോൾ എസ്കോർട്ടിന്റെ ആവശ്യം വരും, അല്ലെ ക്രൗഡിന്റെ ശല്യം ഉണ്ടാവും. ക്രൗഡ് കോപ്പ്. ഇവനൊക്കെ സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്ന 4-3-7 പേരാ. എന്നിട്ട് ഇവനൊക്കെ പോലീസ് എസ്കോർട്ടും. കഷ്ടം. ഗുഡ് മോർണിംഗ് ആദിത്യ സർ. നിന്റെ പടമല്ലേ? പിന്നെ അച്ഛൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. വരാൻ കഴിയില്ല, ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. വരാത്ത നന്നായി. ഇപ്പോഴും മാറിയിട്ടില്ല. നായിക എത്തി, ഗൗരി മേനോൻ.
ആരത്? ഗൗരി മേനൻ. How are you? I'm fine, sir. ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ്5 സിനിമകളിലും എന്നെ വിളിച്ചില്ല എന്നത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇത്രയ്ക്ക് ഫോർമാലിറ്റി വേണോ ആദി? പിന്നെ അമ്മ അച്ഛൻ സുഖം? സുഖം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ശേഷം ഫ്രണ്ട്സുമായി ഒരു യൂറോപ്യൻ ടൂറിന് പോയതാ. അടുത്ത ആഴ്ച ഇങ്ങ് എത്തും. ഹായ് ഗൗരി. ഓ പ്രേം, നേരത്തെ എത്തിയോ? സോറി, ഞാനൊരല്പം വൈകിപ്പോയി. ഫ്ലൈറ്റ് ഡിലേഡ് ആയിരുന്നു. ഏയ് അത് സാരമില്ല. വലിയ വലിയ താരങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോലുള്ള ചെറിയ നടന്മാർ വെയിറ്റ് ചെയ്യുന്നത് സിനിമാ സെറ്റിൽ സഹജമല്ലേ? ഈ കളിയാക്കൽ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാനൊരു മുൻകൂർ സോറി പറഞ്ഞത്. സ്മാർട്ട് ഗേൾ. എത്ര ഷർട്ടുണ്ട്? 3 ഇതെന്നെ അലക്കുകടയോ? നമസ്കാരം സാറേ, ഞാൻ ഗൗരി മാഡത്തിന്റെ മേക്കപ്പ് മാനാ. പേര് മുരുകൻ ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണോ? അയ്യോ അല്ല, അത് തിരുവനന്തപുരത്ത് മുടവൻ മുകളിലുള്ള ഒരു ജംഗ്ഷനാ. എന്റെ അച്ഛൻ അവിടെ വർക്ക്ഷോപ്പായിരുന്നേ. ഞാന് സത്യൻ, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അറിയാം. കാമം, ക്രോധം, കമ്പം, ആഹ്ലാദം, അട്ടഹാസം, അട്ടിമറി, സന്തോഷം, വൈക്ലഭ്യം, ആശ്ചര്യം, നിരാശ, നിർമാല്യം, നീരസം, ഇതിലേത് തരം മേക്കപ്പ് വേണമെന്ന് ചോദിക്കാൻ വന്നാ സാറേ. ആ കുട്ടിക്ക് ജന്മനാ കിട്ടിയ ഒരു സൗന്ദര്യമുണ്ട്. അത് നശിപ്പിക്കാതെ താനിങ്ങ് കൊണ്ടുവന്നാ മതി. ഡീസന്റ് മുക്ക് ചെല്ലേ. റിഹേഴ്സൽ Okay, master. ഓക്കെ. മാസ്റ്ററേ, സർ. നമുക്ക് ആ ക്രെയിനപ്പ് ഷോട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഗൗരി, പ്രേം, ഇത് ധർമ്മരാജൻ മാസ്റ്റർ. നമ്മുടെ പടത്തിലെ ഈ ഫൈറ്റ് സീക്വൻസ് എടുക്കുന്നത് മാസ്റ്ററാണ്. ആദിത്യന്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. ശരിയായില്ലെങ്കിൽ ഇത് മുഴുവൻ റീഷൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ആദിത്യ. അത് നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇല്ല സർ, നന്നായി വരും, ഉറപ്പ്. സാറേ, ഈ ഒരു ക്യാമറ മാത്രം ഒരു 10 അടി പുറകോട്ട് വെക്കാവോ? എന്തിന്? ബൈക്ക് ജമ്പ് അല്ലേ സാർ? വന്ന് ലാൻഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച പിടിക്ക് വണ്ടി നിൽക്കത്തില്ല. അതുകൊണ്ടാ. പൊന്നു മോനെ, വരട്ടാതെ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. ഇവിടം വരെ പോയിട്ട് ഇതിന്റെ 7 അയലത്ത് വരില്ല നീ. ഈ ബൈക്ക് ജമ്പ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. സുരേഷേ, നീക്ക് വെച്ച് കൊടുക്കാൻ എന്താ അയാൾക്ക് വേണ്ടെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോട്ടെ. അയാളല്ലേ ജമ്പ് ചെയ്യുന്നത്, അയാളുടെ കോൺഫിഡൻസ് അല്ലേ പ്രധാനം. താങ്ക് യു സാർ. എടുത്ത് പുറകോട്ടേക്കട, അവന്റെ ചാട്ടൊന്ന് കാണട്ടെ. ചെല്ലേ, നീ കോസ്റ്റ്യൂം മാറിയുടൻ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ മാസ്റ്റർ. നന്നായില്ലേ സാർ? കുറച്ചെങ്കിലും പുറകോട്ട് വെച്ചത്. ഓക്കെ സാർ. ആരാ മാസ്റ്റർ പയ്യൻ? ആന്റണി, ടാർസൻ ആന്റണി, എന്റെ ശിഷ്യനായവൻ. ഗുഡ്. എന്തൊരു ജമ്പായിരുന്നു. എടോ, ഈ സീറ്റ് ഒന്ന് തുടക്കണോ? ഓ സോറി സാർ. റെഡിയാണോ? റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. കഷ്ടപ്പെടുന്നത് നീയും കയ്യടി മേടിക്കുന്നത് അവനും. അതിന്റെ വല്ല ഉളുപ്പ് അവന് മൂത്തോണ്ടോ നോക്കി. അവനെന്തിനാടാ ഉളുപ്പ്? അവന്റെ ജോലി അവൻ ചെയ്യുന്നു, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നു. ഓക്കെ. നീ പുലിയല്ലടാ. ആ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോ തട്ടിയടിച്ച് വീഴുമെന്നുള്ള പേടിയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഏയ് ആദിത്യ, ചുമ്മേടാ, ഒന്ന് പറഞ്ഞൂടെ? ഏയ് ടച്ച് അപ്പ്, കം. കാര്യം നിങ്ങളെല്ലാം നല്ല പിള്ളേരാ. പക്ഷേ ഇതൊരു സിനിമ ക്യാമ്പാ. ഫ്രണ്ട്സ് ആണെന്ന് കരുതി കണ്ട അലവലാദികളെ കൊണ്ടൊന്ന് വെള്ളം മേടിച്ചു കൊടുത്ത് അടുപ്പിക്കുന്ന മോശമാരണി.
ഒരെണ്ണോട് ഓടിച്ചേ. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? അവന്റെ മുറി മാനവ മര്യാദയ്ക്ക് ആരുടെങ്കിലും കയ്യും കാലും തല്ലിയോടിച്ച് അവൻ കൊണ്ടുവരുന്ന കാശ്, ആ കാശ് കൊണ്ട് അവൻ മേടിക്കുന്ന കള്ള്, അത് കുടിച്ച് വാടുന്നത് അവന്റെ ഞങ്ങളുടെ കരള്. എന്നാ നിങ്ങൾ എന്നെ പിടിച്ചങ്ങ് തിന്നെ. എന്റെ പൊന്നുവായി, നിങ്ങ കാര്യം പറ. ഗൗരി മേനോന്റെ ഒരു ഓട്ടോഗ്രാഫ് നടക്കുവോ നടക്കൂലേ? നീ എന്നാ പറഞ്ഞേ? ഓട്ടോഗ്രാഫ് നടക്കുവന്നു? ഏടാ മോനെ, ഈ കൈ കിടന്ന് വളർന്ന കൊച്ചാ കൊച്ച് 13ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 13 വയസ്സുള്ളപ്പോ കലാത്തിലകം കിട്ടാൻ വേണ്ടി മാർഗം കളിക്കാൻ ഒരു മാർഗവും ഇല്ലാന്ന് എന്റെ കൊച്ചിന് മേക്കപ്പ് ഇട്ടൊരു മാർഗം ഉണ്ടാക്കി കൊടുത്തവനായി മുരുകൻ ഡീസന്റ് ബുക്ക്. അങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫ് അല്ല, ഒരു ജീവനം വരെ നിനക്ക് അവള് തരും. ആണോ? എന്നോ ഓട്ടോഗ്രാഫ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചാലോ? ഏത് വഴിക്ക്? അല്ല, ചേട്ടൻ പറയണ ജീവിതം കിട്ടണമെങ്കിൽ എനിക്ക് ചത്താലും വേണ്ടില്ല. വാ ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ഗൗരി മേനോനെ കാണും. ജീവിതം ഈ പാതിരാത്രിയില് അതും നിനക്ക്? എടാ മാക്രിയല്ല ആക്രി, രണ്ടും ഒന്ന് തന്നെ. എടാ ഗൗരി മേനോൻ ഹോളിഡേയിലെ സൂട്ട് റൂമിലാ താമസം. ഈ സമയത്ത് നീ ഒരു ജീവിതം ചോദിച്ച് അങ്ങോട്ട് ചെന്നാ നിന്റെ ഇപ്പൊ ഉള്ള ജീവിതം കട്ടപ്പുറത്താവും. ആര് പറഞ്ഞു? ഞാൻ കൊണ്ടുവന്നില്ല. അങ്ങനെ പറ. നിനക്ക് ഗൗരി മോളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് ഈ മുരുകൻ ഡീസന്റ് മുക്കുന്ന രാത്രി കള്ളു കുടിക്കുള്ളൂ. വാടാ മകളെ, എഴുന്നേക്ക്. വാടാ ആന്റണി, വാടാ. നല്ല രസൂരിക്കുന്നു. നീ വാ, നീ വന്നാ ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം ഞാൻ പറയേണ്ടി വരുവേ. പിന്നെ ഇവിടെ ആരും വാള് വെച്ചാൽ അകത്ത് പോയി വാള് വയ്ക്കാം. വിളിച്ച് ചോദിക്കുക പോലും ചെയ്യാതെ അല്ല, ഇത് വലിയ പ്രശ്നമാവേ ഞാൻ പറയുന്നത്. വാടം കാട്ടും, എനിക്കൊരു ജീവിതം കിട്ടും. തുടങ്ങി വെച്ചത്. സർല, ആരാ നോക്ക്. சரிம்மா. എടി സരളെ, എവിടെയാണ് നമ്മുടെ ഗൗരി കുഞ്ഞ്? എതുക്കണ്ണ இந்த നേരത്ത്? ഉനക്ക് എന്നെ വേണം? നിന്നെ വേണ്ട, അത് ശരി. അത് അറിഞ്ഞാലേ നീ ഗൗരമോളെ വിളിക്കുള്ളൂ. വരാൻ പറയടി എന്റെ കുഞ്ഞിനോട്. അയ്യോ, എന്താ എന്താ കാര്യം? ഇത് പറയാന്നു. അയ്യോ, ഞാനല്ലെന്ന് പറ. എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കരുത്. ഞാൻ ഇനി മേലെ ആവർത്തിക്കൂല അനിയന്മാരെ. എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? ആന്റണി, നീ പറ. ഞാനാ? എന്താ കാര്യം? അത് ഇവൻ എൻ്റെ ഒരു സുഹൃത്താ. ഇവന് മേഡം ഒരു ജീവിതം കൊടുത്തിരുന്ന, അല്ല, മേഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞ്. ഒന്നുമില്ല മേഡം, ഞങ്ങൾ പോയിട്ട് നാളെ സെറ്റിൽ വന്നോളാം. സോറി, ഗുഡ് നൈറ്റ്. നിൽക്കൂ, ആ ബുക്കും പേനങ്ങി തരൂ. ആന്റണി എന്നല്ലേ പേര്? അതെ. ഇന്ന് രാവിലത്തെ ബൈക്ക് ജമ്പിങ് കലക്കി. സത്യത്തിൽ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും ഇറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു മാഡം. എന്റെ ട്രെയിനിങ് അല്ലേ മാഡം, പയ്യനെ തെറ്റുപറ്റില്ല. നിങ്ങൾ? ഞാൻ ഭാഷ ധർമ്മരാജ മാസ്റ്റർ അസിസ്റ്റന്റ്. നമസ്കാരം, ഞാൻ ആക്രി സുനിൽ കുമാർ, മാഡത്തിന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. മാഡം അഭിനയിച്ച സിനിമ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ കാണും. ഏയ്, എന്താ ഇവിടെ ബഹളം? നിങ്ങളൊക്കെ ആരാ? ഏപ്രയാമാനന്ദൻ സാർ, ഞങ്ങൾ ഗൗരി മേനോന്റെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വന്നാണ്. ഈ നേരത്താണോടാ ഓട്ടോഗ്രാഫിന് വരുന്നത്? നിന്നെ കാർഡാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഗൗരി, സെക്യൂരിറ്റി വിളിക്കേ. വെള്ളമടിച്ച് പാതിരാത്രി പണിയുണ്ടാക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. അയ്യോ, ഞങ്ങൾ സാറിന് ഒരു പണി ഉണ്ടാക്കത്തില്ല. ഞങ്ങൾക്ക് ഈ മാഡത്തിന്റെ ഒരു ഒപ്പ് വേണമായിരുന്നു, അത് കിട്ടി. സാറിന്റെ ഓട്ടോഗ്രാഫ് ഞങ്ങൾക്ക് വേണ്ട സാറേ. പിന്നെ 1.5 കൊല്ലം വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോഴല്ലേ സാറിന് ഒരു പണി കിട്ടിയത്. പാചകം പഠിക്കാതെ ഇറങ്ങി പോടാ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തിടിക്കും. വരട്ടല്ല സാറേ. ചുമ്മാ ഇരിക്കണം. സോറി സർ. മാഡം, താങ്ക് യു. വലിയ സന്തോഷമുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വാ. സാറിന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ല ഗൗരി, അവര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അയ്യോ, ഒന്നുമില്ല പ്രേം, പാവങ്ങളാ. ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചു. സർല, ഇതുപോലെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാ ഡോർ തുറക്കണ്ട, എന്റെ റൂമിലേക്കൊന്ന് വിളിച്ചാ മതി. ഗൗരി കിടന്നോളൂ. ആ പിന്നെ തന്നെ കാണാൻ 2-3 ദിവസം കഴിഞ്ഞ് ഡാഡി സെറ്റിലോട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്ന ഹോം മിനിസ്റ്റർക്ക്
അതിനൊക്കെയുള്ള സമയം ഉണ്ടാവോ? സമയം ഉണ്ടാക്കിയല്ലേ പറ്റൂ. സ്വന്തം മകന്റെ ഭാവിയുടെ കാര്യല്ലേ. ഗുഡ് നൈറ്റ് പ്രേം. ഗുഡ് നൈറ്റ്. ഞാൻ വിളിക്കാം കേട്ടോ. എന്താ മാസ്റ്റർ? എന്താടാ ഭാഷ? അത് ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഫൈറ്റേഴ്സ് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഫൈറ്റേഴ്സ് യൂണിയനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ധർമ്മരാജൻ മാസ്റ്ററോട് വർക്ക് ചെയ്യാൻ ഫൈറ്റേഴ്സ് ആരും തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. അവനാ ആ ഉദയ്, അവൻ പറഞ്ഞിട്ടുണ്ടാവും ആരും പോകാൻ പാടില്ലെന്ന്. ഇനിയിപ്പോ എന്തോ ഒരു വഴി മാസ്റ്റർ. എന്തു വഴി? നമ്മൾ കാരണം ഈ സിനിമയ്ക്കും ആദിത്യ സാറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. പോയേക്കാം. ഉദയ് തന്നെ ചെയ്യട്ടെ ആന്റണി. ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാൻ ആദിത്യ സാറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. മാസ്റ്റർ ഒരു മിനിറ്റ്. ഇത് ഹീറോയുടെ സുഹൃത്തുക്കളും വില്ലന്റെ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു കൂട്ടത്തല്ലല്ലേ? അതെ, ഒരു ഗ്യാങ് നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ഫൈറ്റേഴ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ, ഈ സീക്വൻസ് ഒരു 3-4 ക്യാമറ വെച്ച് ഒരു സിംഗിൾ ഷോട്ടിൽ വളരെ റിയൽ ആയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. മാസ്റ്റർ റെഡി ആയിക്കോ, വഴിയുണ്ട്. റെഡിയല്ലേ? ഓ റെഡിയാണ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. അയ്യപ്പ അയ്യപ്പ അടി. മാസ്റ്റർ അവന്മാർക്ക് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമില്ല. ആക്ഷൻ പറ. ഓ ആക്ഷൻ. ആക്ഷൻ പറഞ്ഞു. ഇടി എടാ. ആക്ഷൻ ആക്ഷൻ. ആ തലേ മുടിയിലത്തെ മാസ്റ്ററുടെ കുത്തിയിരുന്നുണ്ട്. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞല്ലേ എന്നെ പയ്യ അച്ഛൻ. മാസ്റ്റർ ഒരു മിനിറ്റ് മൈക്കം. എന്തോ കാണിക്കുന്നു? ഹ്യൂമർ ശരിക്കും തല്ലുവാ. എന്തോ ആന്റണി, നമ്മുടെ പിള്ളേരാ സർ, കോളനിന്ന്. സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിണ്ടത്. സംഗതി ലൈവായി. കോളനിക്കാരെ വിളിക്കാനുള്ള ആന്റണിയുടെ ഐഡിയ അത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ചക്കൻ കൊള്ളാൻ കേട്ടോ. അവനാണ് മാസ്റ്റർ യഥാർത്ഥ ശിഷ്യൻ. ഉദയുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റത്തില്ല. ആന്റണി ഈസ് എ ബോൺ ഫൈറ്റർ. പൊരുതി ജയിക്കുന്നവനെന്നും നല്ല മനസ്സായിരിക്കും. ഫ്ലൂക്കിനൊരു ഫൈറ്റ് നന്നായെന്ന് വെച്ച് ഇത്രയൊന്നും പറഞ്ഞ് പുകഴ്ത്താനില്ല. ബട്ട് സീരിയസ്ലി ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഇങ്ങനൊന്നുമല്ല. ജിമ്മി ജിബ് ഒരു കംപ്രസ് ടെലി ഇട്ടിട്ട് ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പടി. ജിബിലും ക്രെയിനിലും ഒക്കെ നമുക്ക് പതുക്കെ കയറാം. അതിനിവിടെ തൽക്കാലം വേറെ ആൾക്കാരുണ്ടല്ലോ. ഗൗരി, ഞാൻ ഇറങ്ങുക. ഷാൽ ഐ ഡ്രോപ്പ് യു ബാക്ക്? കീർത്തിലാലിൽ ഒരു സോളിറ്റർ എക്സിബിഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ പിക്ക് അപ്പ് സംതിങ്. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യു നോ ഐ ഇല്ല പ്രേം, യു ക്യാരി ഓൺ.
ഓക്കെ ടാടാ ഇനി വന്നേ. ഈ സോളിറ്റെയർ വാങ്ങിച്ചു തരാം, ജിമിക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഇവിടെ വർക്കൗട്ട് ആവൂല. കാശ് കണ്ട് വിടുന്ന ടീമല്ലടാ. നീ റൂട്ട് മാറ്റിപ്പിടി. ഓടാ. നാളത്തെ ആർട്ട് പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇടപാടിയിട്ടുണ്ടല്ലോ, ഒന്ന് റീചെക്ക് ചെയ്തോളൂ കേട്ടോ. നമസ്കാരം, ഞാൻ പ്രഭു സോളമൻ, ഫൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റാ. നമസ്കാരം. എനിക്ക് നിങ്ങളുടെ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കാണണം ഇപ്പൊ തന്നെ. എന്താ സാർ കാര്യം? ഇതൊക്കെ തന്നോട് ബോധിപ്പിച്ചാലേ കാണാൻ പറ്റുള്ളൂ. വിളിച്ചിറക്കടാക്കളവനെ. നാളെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ ഗൗരിയുടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ജമ്പ ക്ലൈമാക്സ് ലീഡ്. ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ചാടുമല്ലോ അല്ലേ? ഞാൻ ട്രൈ ചെയ്യാം സർ. അത് മതി, ആ മനസ്സ് മതി. ചാട്ടം എന്നൊരു ചീട്ട് എഴുതിയിട്ട ആ ഏരിയ വരാത്തൊരു നായകനാണ് എൻ്റെത്. അത് ബാലൻസ് ചെയ്യേണ്ടത് തെന്നിന്ത്യൻ സൂപ്പർ നായികയാണേ. താങ്ക്സ് ഡാർലിംഗ്. മേ ഐ കം ഇൻ സർ? സർ, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഉദയ് ഫൈറ്റേഴ്സ് യൂണിയന്റെ ആൾക്കാരുമായിട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. മാസ്റ്റർ ഒന്ന് താഴോട്ട് വന്നാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഇവനിത് രണ്ട് മേടിച്ച് കെട്ടിയിട്ട് പോകത്തുള്ളൂ. മാസ്റ്റർ വന്നേ, വാ. അത് വേണ്ട, സാറ് വന്ന ഇഷ്യൂ അങ്ങ് വലുതാവും. ഞങ്ങളത് നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടോളാം. നൈസായിട്ട് ഡീൽ ചെയ്താലും ഇല്ലെങ്കിലും സത്യം ഒരു കാര്യം ഉറപ്പാണ്, ഉദയ് ഇനി ഈ പടം ചെയ്യുന്നില്ല. ബാക്കി ഫുൾ ഫൈറ്റ്സും മാസ്റ്റർ തന്നെ ചെയ്യുന്നു. ഇനി ഫൈറ്റേഴ്സ് യൂണിയൻ എന്നെ ബാൻ ചെയ്താലും സാരമില്ല. ചെൽ. മാസ്റ്റർ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണവുമില്ല. ഇത്രയും ശക്തമായ ഒരു ഫൈറ്റേഴ്സ് യൂണിയൻ ഇവിടെ നിലവിലുള്ളപ്പോ അതിൽ അംഗങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തിയ ഒരു ഫൈറ്റ് എടുക്കാൻ മാഷക്ക് അങ്ങനെ ധൈര്യം വന്നു? ഒരു ഫൈറ്റിന്റെ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിലേക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്ന ഫൈറ്റേഴ്സ് ആരും തന്നെ വരില്ലെന്ന് പറയുകയും ഈ വിവരം യൂണിയൻ ഓഫീസിൽ അറിയിച്ചപ്പോൾ ഉദയല്ല ഈ സിനിമ ചെയ്യുന്നെങ്കിൽ ഒരു ഫൈറ്റേഴ്സും ഈ സിനിമയുമായി സഹകരിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വാദങ്ങളൊക്കെ തെരുവിൽ നിന്ന് കണ്ട അലവലാദികളെ വിളിച്ച് ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം അല്ല പറയേണ്ടത്. ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടത്തിയ ധർമ്മരാജൻ മാസ്റ്റർ തന്നെയാണ് തുടർന്ന് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ ഈ സിനിമയുടെ റിലീസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. സാറുമാരൊലത്തും. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ വിളിച്ചത്. ഇനി എനിക്ക് വേണ്ടി ഇവൻ സംസാരിക്കും. ഒരു സിനിമയിൽ ഫൈറ്ററായി പ്രവർത്തിക്കാൻ ഫൈറ്റേഴ്സ് യൂണിയൻ അംഗത്വം വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖ നടന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അതിന് നിലവിലുള്ള ഒരു സംഘടനയുടെയും അംഗത്വം ആവശ്യമല്ല. ധർമ്മരാജൻ മാസ്റ്റർ ഷൂട്ട് ചെയ്ത ഫൈറ്റിൽ അഭിനയിച്ച 5 സ്റ്റാർ കോളനിയിലെ എന്റെ സുഹൃത്തുക്കൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണെങ്കിലോ? കഥാപാത്രങ്ങൾ? ഏത് കഥാപാത്രങ്ങൾ? അതെ ഉദയ മാസ്റ്ററെ, നായികയുടെ ചേട്ടൻ, വല്യച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, മാമി, കസിൻസ്, അയലോക്കത്തുള്ളവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ സത്യൻ സാറിനോട് ചോദിച്ചാൽ. അതെ, അവരെല്ലാം ഈ സിനിമയുടെ നിർണായക കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒരു ഫൈനൽ എഡിറ്റിംഗ് വരുമ്പോൾ അവരൊക്കെ ഈ ഫൈറ്റിൽ മാത്രമായി ചുരുങ്ങിയേക്കാം. അതൊക്കെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആദിത്യൻ സാറിന്റെ സ്വാതന്ത്ര്യം, അവകാശം അല്ലേ? കറക്റ്റ്. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രം അടങ്ങുന്ന ഡ്യൂപ്പുകളുടെയോ മറ്റ് ഫൈറ്റേഴ്സിന്റെയോ ആവശ്യമില്ലാത്ത ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാൻ ഒരു ഫൈറ്റ് മാസ്റ്ററും അസിസ്റ്റന്റും മാത്രം മതി എന്ന നിയമവും ഈ യൂണിയൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ഈ സിനിമയുടെ റിലീസ് ബ്ലോക്ക് ചെയ്യാൻ സാറുമാരും അലത്തും. പിന്നെ ഇന്ന് പ്രൊഡക്ഷൻ നല്ല മൂത്ത ബീഫ് ഉണ്ട്. അത് വേണേ വയറ് നിറയെ വെട്ടി വിഴുങ്ങിട്ട് 4 ഏമ്പൊക്കെ വിട്ട് വന്ന വഴിക്ക് വിട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ തമ്മിലൊന്ന് ഉരസിയതാണ്. അന്ന് നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് വന്നു. നിങ്ങൾ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിനും ഫൈറ്റേഴ്സിനും അറിയാത്ത ഒരു തരം ഫൈറ്റ് ഉണ്ട്, സിനിമയ്ക്ക് പുറത്തുള്ള ഫൈറ്റ്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ തല്ലും. ഉദയ് പോ. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണം. കാലക്ക് ഇതുപോലൊരു ട്വിസ്റ്റ് ആദിത്യൻ സാറിന്റെ ഒരു പടത്തിലും ഉണ്ടായിട്ടില്ല.